ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ടു ആർഎൻ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് EWS റിസർവേഷനെ പറ്റിയും EWS സർട്ടിഫിക്കറ്റിനെ പറ്റിയുമാണ്. എന്താണ് EWS സർട്ടിഫിക്കേഷൻ? ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പല കോഴ്സുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് EWS സർട്ടിഫിക്കേഷൻ ആവശ്യകത എന്തൊക്കെയാണ്, അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യം തുടങ്ങിയ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് EWSനെ സംബന്ധിച്ച് ഒരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. MBBS ആയിക്കൊള്ളട്ടെ, BTech ആയിക്കൊള്ളട്ടെ, നഴ്സിംഗ് ആയിക്കൊള്ളട്ടെ, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, ഇപ്പം JEE, നീറ്റ് അല്ലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീം പോലത്തെ എക്സാമുകൾക്കെല്ലാം ജനറൽ കാറ്റഗറിയിൽ പെടുന്നവർക്ക് ഒരുപാട് ഒരു പ്രയോറിറ്റി ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ് ഒരു EWS സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. EWS എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, അതാണ് EWS. മുന്നോക്കക്കാർ, അതായത് മുന്നോക്കക്കാർ എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള സംവരണവും ഇല്ലാത്ത ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർ. ഇപ്പോൾ നമുക്കറിയാം SC ST ഉണ്ട്, അവർക്ക് സംവരണമുണ്ട്. ഇപ്പോൾ OBC കാറ്റഗറി ഉണ്ട്, അല്ലെങ്കിൽ അതർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കാറ്റഗറീസ് ഉണ്ട്. ഇവർക്കെല്ലാം പലതരത്തിലുള്ള സംവരണങ്ങളുണ്ട്. ഇപ്പൊ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സംവരണങ്ങളുണ്ട്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സംവരണങ്ങളുണ്ട്. ഈ സംവരണങ്ങളൊന്നും ഇല്ലാത്ത ഒരു കോട്ടയാണ് നമ്മൾ ജനറൽ കോട്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത്. ഈ സംവരണക്കാരെല്ലാം കൂടി ഏകദേശം ഒരു 50% ഈ പറഞ്ഞ റിസർവേഷൻസ് ആണ് വരുന്നത്. റിസർവേഷൻ ഇല്ലാത്തത് ഏകദേശം ബാക്കി ഒരു 50% വരും. ഈ 50% വരുന്ന ജനറൽ കോട്ടയിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവര്. അപ്പൊ അവർക്കൊരു പ്രയോറിറ്റി നൽകാനായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 103ാമത് ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. ഈ ഒരു ജനറൽ കോട്ടയിൽ പെട്ടവർക്ക്, അവരിൽ തന്നെ വീക്കറായിട്ട് നിൽക്കുന്നവർക്ക്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു പ്രയോറിറ്റി ലഭിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ റിസർവേഷൻ കൊണ്ടുവന്നു. ആ സ്പെഷ്യൽ റിസർവേഷനാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് റിസർവേഷൻ, EWS റിസർവേഷൻ എന്ന് പറയുന്നത്. ആ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് EWS സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ സീറ്റിന്റെ 10%, അതായത് 100 സീറ്റ് ഉണ്ടെങ്കിൽ 10 സീറ്റാണ് EWS റിസർവേഷന് വേണ്ടി ജനറൽ കോട്ടയിൽ നിന്ന് അല്ലെങ്കിൽ ടോട്ടൽ സീറ്റിൽ നിന്ന് നൽകിയിരിക്കുന്ന. ടോട്ടൽ സീറ്റിന്റെ 10% EWS റിസർവേഷൻ ആണ്. അപ്പോൾ ഈ 10% ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പല ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന് മറ്റൊരു ക്രൈറ്റീരിയ ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ ക്രൈറ്റീരിയ പ്രകാരം പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ ഫാമിലിയുടെ, അപ്പന്റെ അമ്മയുടെ ഉൾപ്പെടെയുള്ള ഫാമിലിയുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഈ പറയുന്ന പോലെ EWS റിസർവേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ, വീട് താമസിക്കുന്ന വീടിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു 1000 സ്ക്വയർ ഫീറ്റ് താഴെ ആയിരിക്കണം. അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് കൂടിയുണ്ട്. ഇപ്പൊ സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ 8 ലക്ഷം അല്ല വരുമാന പരിധി എന്ന് പറയുന്നത്. സ്റ്റേറ്റിന്റെ എഡ്യൂക്കേഷണൽ പർപ്പസ്, ഇപ്പം LBSന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, അല്ലെ സ്റ്റേറ്റ് ത്രൂ ഉള്ള അഡ്മിഷൻ പ്രോസസ്സിനൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ സ്റ്റേറ്റിന്റെ EWS റിസർവേഷൻ പരിധി എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപ. അല്ലാതെ തന്നെ 5 ഏക്കർ സ്ഥലം, കൃഷിയിടം 5 ഏക്കറിൽ താഴെ ആയിരിക്കണം. താമസിക്കുന്ന വീടിരിക്കുന്ന സ്ഥലം 10 സെന്റിൽ താഴെ ആയിരിക്കണം. വീടിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയാണ്. ഈ ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് EWS റിസർവേഷന് വേണ്ടി സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി ക്ലെയിം ചെയ്യുന്ന സർട്ടിഫിക്കറ്റിനും ഈ പറയുന്ന പോലെ തന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് സർട്ടിഫിക്കറ്റും ഉണ്ട്, സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസും ഉണ്ട്. ഇപ്പം നമ്മൾ കീം പോലത്തെ എൻട്രൻസ് എക്സാമുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾക്ക് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ട റിസർവേഷനാണ് ക്ലെയിം ചെയ്യേണ്ടത്. ആ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ട ഡോക്യുമെന്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. വില്ലേജ് ഓഫീസിൽ നിന്ന് അപ്ലൈ ചെയ്ത് വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത ഡോക്യുമെന്റ് ആണ് നമ്മൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിക്കോട്ടെ, ഇപ്പൊ JEE, നീറ്റ് പോലുള്ള എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ സെൻട്രൽ കോട്ടയിലുള്ള എക്സാംസിന് വേണ്ടി, ഇപ്പൊ UPSCക്ക് വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, അത് താലൂക്ക് ഓഫീസിൽ നിന്ന് തഹസിൽദാർ സൈൻ ചെയ്തിട്ടുള്ള സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ള EWS സർട്ടിഫിക്കേഷൻ ആണ് കളക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇപ്പൊ റേഷൻ കാർഡിൽ അന്ത്യോദയ അന്ന യോജന, AAH അല്ലെങ്കിൽ PHH സ്കീമുകളിൽ പെട്ടവർ ഡയറക്റ്റ് ആയിട്ട് EWSന് എലിജിബിൾ ആണ്. ഇനി ഈ പറയുന്ന എക്കണോമിക്കലി വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റേഷൻസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് കാണാം. ഇത് ക്ലെയിം ചെയ്യുന്നതിന് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റേഷൻസിൽ ആദ്യം വരുന്ന റേഷൻ കാർഡാണ്. റേഷൻ കാർഡ് കൂടാതെ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ 10th സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതുകൂടാതെ പേരൻസിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അതുകൂടാതെ തന്നെ നികുതി അടച്ച റെസിപ്റ്റ്, അത് ടാക്സ് ഫയൽ ചെയ്തതിന്റെ റെസിപ്റ്റുകൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ EWSന് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ സബ്മിറ്റ് ചെയ്യണം. സെൽഫ് ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യണം. അതുകൂടാതെ ID പ്രൂഫും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഇൻ കേസ് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാർ ആവശ്യപ്പെടുകയാണെങ്കിൽ, ആ ഒരു പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ വില്ലേജിന്റെ പരിധിയിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുള്ളതിന്റെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ അതും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇത്രയും ഡോക്യുമെന്റേഷൻസ് ആണ് EWS സർട്ടിഫിക്കേഷന് ആവശ്യമായിട്ടുള്ളത്. EWS സർട്ടിഫിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ ഒരു EWSന്റെ ബെനിഫിറ്റ് ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറയാം.
ഞാൻ ജസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച സമയത്ത് ജനറൽ കാറ്റഗറിയിൽ പെട്ട ഒരു കുട്ടിക്ക് 114 റാങ്കിൽ ആണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നത്. പക്ഷേ EWS കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്ക് അത് 167 റാങ്ക് വരെ എത്തിയിരുന്നു. ആ ഒരു കാറ്റഗറിയിൽ ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു. അപ്പൊ അത്രയും ബെനിഫിറ്റ്സ്, ഞാനൊരു ടീച്ചേഴ്സിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് നോക്കിയത്. അപ്പൊ നോക്കിയ സമയത്ത് അത്രയും വരെ ഒരു ഇന്റർവ്യൂ കോള് പോയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്രയും ബെനിഫിറ്റ്സ് ഈ പറയുന്ന EWS റിസർവേഷന്, EWS സർട്ടിഫിക്കറ്റിനുണ്ട്. അപ്പൊ സർട്ടിഫിക്കറ്റ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരു പ്രയോറിറ്റി ലഭിക്കും. ആ പ്രയോറിറ്റി നമ്മുടെ അവകാശമാണെന്ന് മനസ്സിലാക്കുക, അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. അപ്പം കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന്റെ EWSന്റെ സർട്ടിഫിക്കേഷൻസിനെയും അതിന്റെ എലിജിബിലിറ്റിയും പറ്റിയായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ, അതിനുള്ള റിപ്ലൈസും കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഈ ഒരു അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സിലോ എല്ലാം ഉടനീളം ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ ഒരു യാത്രയിൽ ഒരുമിച്ച് മുന്നേറാം. താങ്ക്